ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് നമ്മുടെ നാട്ടിലെ ഒരു അനുഗ്രഹീത കലാകാരനുണ്ട്. അദ്ദേഹം ഒരു ലോഡിംഗ് തൊഴിലാളിയാണ്. നന്നായിട്ട് പാടും. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ജോർജ് ചേട്ടാ, നമസ്കാരം. ഇന്ന് പണിയുണ്ടായിരുന്നോ? പണി ചെറിയ പണി അല്ലേ? പിന്നെ ജോർജ് ചേട്ടൻ നല്ലതായിട്ട് പാടുമല്ലോ. അപ്പോൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? അല്ല, സംഗീതമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഒരു പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ അത്യാവശ്യം പാടലുണ്ട്. ഉണ്ടല്ലേ? ആരുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ എനിക്ക് ദാസാറിൻ്റെ പാട്ടാണ് ഇഷ്ടം. ദാസേട്ടൻ്റെ പാടാം അല്ലേ? ദാസേട്ടൻ്റെ പാട്ട് പണ്ടേ കേൾക്കുന്നതായിരിക്കും അല്ലേ? ജയത്തിൻ്റെ പാട്ടും ഇഷ്ടമാണ്. അതെ അല്ലേ? ജയേന്ദ്ര ദാസേട്ടനാണ്. പിന്നെ പുതിയ പാട്ടുകളൊന്നും അങ്ങനെ പുതിയ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ പാട്ട് പിന്നെ ഇഷ്ടക്കുറവല്ല, പഴയ പാട്ടുകളാണ് നമ്മൾ കേട്ട് പോലെ. എന്നാൽ നമുക്കൊരു ഏത് പാട്ടാണ് പാടുന്നത് ചോദിച്ചോ ചേട്ടാ? നല്ല പാട്ട് ഏതാ? ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടി. ഞാനിപ്പം ഓർമ്മയിൽ നാളെ ഓർമ്മക്കുറവാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം പാടുന്ന പാട്ട് പാടിയാലോ? നവകാഭിഷേകം കഴിഞ്ഞു. അതിൻ്റെ ഒരു 4 വരി പാടാം. അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു. പടവും എൻ്റെ പടം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. സോമേട്ടൻ അഭിനയിച്ചാന്ന് എനിക്കറിയാം. അല്ല, സോമേട്ടനല്ല, നവകാശം വെച്ച പാട്ടാ പാടി. ഞാൻ ഈ നവകാശം ഏതാണെന്നറിയോ? സോമേട്ടൻ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഇതാ. പിന്നെ അത് പോട്ടെ, പാട്ടിലേക്ക് പോവാം. നവകാശം തന്നെ പാടാം. ആയിക്കോട്ടെ, എനിക്ക് ഓർമ്മ. പാട്ട്. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. നവകാഭിഷേകം കഴിഞ്ഞു. അഗ്രവശാമി തേജു വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുത തൂകി. അഗ്രവശാമി തേജു വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുത തൂകി. മേൽപ്പത്തൂർ കൂപ്പിയ വേദവേദാന്തസാര കൽപ്പക തരുവിനെ കണ്ടു ഞാൻ. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. നവകാഭിഷേകം കഴിഞ്ഞു. ഓക്കെ, നല്ല പാട്ട്, അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്താം. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ.